ദൃശ്യം എപ്പോഴും എക്കാലത്തെയും മികച്ച ത്രില്ലറുകളിലൊന്ന്, പ്രത്യേകിച്ചും ഫാമിലി പ്രേക്ഷകർ കൂടി ഇഷ്ടപ്പെട്ട ത്രില്ലറുകളാണ്. അങ്ങനെ വളരെ വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത്. ദൃശ്യം 3 ഇപ്പം സോഷ്യൽ മീഡിയ എല്ലാം തരംഗമായിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വാർത്ത. അതായത് 350 കോടി പ്ലസ് അത് പ്രീ സെയിൽ ബാക്കിയുള്ള ബിസിനസ്സുകളെല്ലാം കൂടെ റിലീസിന് മുമ്പ് തന്നെ കിട്ടി എന്ന് നമ്മുടെ മനോരമ ഹോർത്തൂസിന്റെ വേദിയിൽ വെച്ച് രഞ്ജിത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. രഞ്ജിത്ത് പറഞ്ഞു എന്ന് പറയുമ്പം അതിന് ഒരുപാട് പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ എനിക്കൊരു പേഴ്സണലായിട്ട് തോന്നിയത്, ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ഓരോരുത്തർക്കും തോന്നുന്ന അഭിപ്രായം, അത് കിട്ടിയെങ്കിൽ അത് മലയാള സിനിമയുടെ എക്കാലത്തെ നല്ലൊരു ഡീലാണ്, നമുക്ക് അഭിമാനിക്കാവുന്ന ഡീലാണ്. കാരണം ഇന്ത്യൻ സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡീലുകളിലൊന്നാണ്. കാരണം RRR പോലെ രാജമൗലിയുടെ ഒരു പടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വരാൻ പോകുന്ന വാരണാസിക്ക് പോലും ഇത്രയും വലിയൊരു ഡീല് കിട്ടിയിട്ടില്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ്. അന്നേരം ദൃശ്യം 1 ഓക്കെ, അത് ഗംഭീരമായിരുന്നു. മറ്റേത് OTT പ്ലാറ്റ്ഫോമിൽ വന്ന സിനിമയാണ്. ഇത് ഹിന്ദി റൈറ്റ്സോ ബാക്കിയുള്ള റൈറ്റ്സോ ഒക്കെ വിറ്റ് പോയാലും OTT ഒക്കെ ഇപ്പം ഭയങ്കര പിടുത്തമാണ്. ഏത് സിനിമയാണെങ്കിലും ഇന്ത്യൻ സിനിമയാണെങ്കിലും അവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു പൈസ ഇറക്കുന്നത് തന്നെ. അന്നേരം ഇത്രയും വലിയൊരു ഡീല് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഇപ്പം ഇത് ചാൻസ് ഉണ്ട്, ഇത് 350 കോടി ഡീല് നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ടാക്സ് അടയ്ക്കണം. ഇനി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂരിനോ രജപുത്ര രഞ്ജിത്തിനോ അടുത്ത ദിവസം ഇത് വളരെ വ്യക്തമായിട്ട് ഇന്ന ഡീൽ, ഇന്നതിന് ഇത്ര കോടി, ഇന്നതിന് ഇത്ര കോടി, ഇന്നതിന് ഇത്ര കോടി എന്ന് പറഞ്ഞാൽ ആൾക്കാർ, കാരണം ഇത് പൊതുജനങ്ങൾ അറിയണമാണ്, ജനങ്ങൾ കാശ് കൊടുത്താണല്ലോ സിനിമ കാണുന്നത്. അന്നേരം അതൊരു അറിയാനുള്ള താല്പര്യവും എല്ലാവർക്കും കാണും. കാരണം അതൊരു ഇച്ചിരി തള്ളു കൂടിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതെ ഇല്ല. കാരണം നേരത്തെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം മാമാങ്കം എന്ന് പറഞ്ഞ സിനിമ 40 കോടിയോ 35 കോടിയോ ഇട്ട് ഇപ്പം 130 കോടി രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഇട്ടു. സിനിമകളിൽ ഇതൊക്കെ നിരവധി കഥകൾ, കറക്റ്റ് കഥകൾ തന്നെയാണ്. കുഞ്ഞാലിമരയ്ക്കാർ ഇറങ്ങുന്ന ദിവസം പത്രങ്ങളിൽ ഫസ്റ്റ് പേജിൽ പ്രീ സെയിൽ ബിസിനസ് 100 കോടി നടന്നു എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഇന്റർവ്യൂവിൽ, അന്ന് തന്നെ ഇരിക്കുന്നൊരു ചാനലിന് മുമ്പിൽ നമ്മുടെ പൃഥ്വിരാജിന്റെ സുപ്രിയയോട് ചോദിച്ചപ്പം അങ്ങനെ ഒരു കാര്യം എനിക്കറിയത്തില്ല എന്ന് പറയുകയും അന്നേരം പലരും അത് നിഷേധിക്കുകയും ചെയ്തു. പിന്നെ ഇത് വാനിഷായി പോവുകയും ചെയ്തു. ആ സിനിമ പൊട്ടിയതോടുകൂടി ഇതൊന്നും പിന്നെ കേട്ടില്ല. സിനിമയിൽ കള്ളക്കഥകളും കള്ള കളക്ഷനുകളും നിരവധിയാണ്. പക്ഷെ ഇതിനൊരു വിശ്വാസത ഇല്ല എന്നുള്ളതാണ്. കൃത്യമായി 350 കോടിക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ റൈറ്റ്സ് വിറ്റുപോയത്, അതിനൊരു വിശ്വാസതയുണ്ടോ? എന്തായാലും നിങ്ങൾ എന്തായാലും കമൻസ് ഇടുക. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനുള്ള കമൻസ് ഒന്നുമല്ല. മലയാള സിനിമയ്ക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അഭിമാനിക്കേണ്ട നേട്ടമാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെക്കാട്ടി നാണക്കേട് വേറെയില്ല. കാരണം ഇങ്ങനെ തള്ളുന്നതും ശരിയല്ല.